നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 തങ്ങളുടെ അവസാന മത്സരം കളിക്കാനിറങ്ങുകയാണ് റയൽ മാഡ്രിഡ്. ഇന്ന് എതിരാളികൾ സെവിയയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ കളി സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ 2025 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ദി ലാസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ. ഞങ്ങൾ ഒരുപാട് മത്സരങ്ങൾ ഈ വർഷം കളിച്ചു. അതുകൊണ്ട് തന്നെ ഈ സീസൺ മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഈ മത്സരവും ഞങ്ങൾക്ക് വിജയിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 2026 വളരെയധികം എന്തൂസിയാസത്തോടെയും ഒപ്റ്റിമിസത്തോടു കൂടിയും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ മത്സരം വിജയിക്കണം. ഇവിടെ ഓപ്പണന്റ് ടീം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് പ്ലെയേഴ്സ് വളരെ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് എന്നുകൂടി സാബി അലോൺസോ പറഞ്ഞു വെക്കുന്നു. അതേസമയം ഇപ്പോൾ സാബി അലോൺസോക്ക് ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുന്നു, സ്പാനിഷ് സൂപ്പർ കപ്പാണത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ക്ലബിൽ നിന്ന് നല്ല രൂപത്തിൽ എനിക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഫ്രം ദി ബിഗിനിങ് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായിട്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്. അതേപോലെ തന്നെ റെസ്പെക്റ്റും അഫെക്ഷനും ഒക്കെ അതേ രൂപത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. കാരണം ഇത് റയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. തീർച്ചയായിട്ടും നല്ല മൊമെൻറ്റ്സ് ഇനിയും വരും, അതുപോലെ ബാഡ് മൊമെൻറ്റ്സും ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും ഫുട്ബോളിൽ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുകൂടി സാബി അലോൺസോ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ലാലിഗയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണല്ലോ റയൽ മാഡ്രിഡ്. വിജയിച്ചുകൊണ്ട് ഈ വർഷം അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. 17 കളിയിൽ നിന്ന് 39 പോയിന്റാണ് റയലിനുള്ളത്. സാബി അലോൺസോക്കും സംഘത്തിനും വിജയിച്ചു കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.